നമ്മൾ ലാസ്റ്റ് 2 days നമ്മൾ നൈറ്റ് സഫാരി പോയെങ്കിൽ നമുക്ക് ആനിമൽസിലൊന്നും അത്രയും കൂടെ സൈറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മൾ ഒന്നുകൂടെ ഇന്നൊന്ന് നൈറ്റ് സഫാരിക്ക് പോവുകയാണ്. നമ്മൾ ഓൺ വെഹിക്കിളിൽ തന്നെയാണ് സഫാരിക്ക് പോകുന്നത്. നമ്മൾ ഈ പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് തിരുനെല്ലി അമ്പലം മുതൽ കാട്ടിക്കുളം വരെയുള്ളൊരു 15-16 കിലോമീറ്റർ ഫോറസ്റ്റ് സ്ട്രെച്ചാണ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ഇഫ് യു ആർ സോ ലക്കി ഇന്ന് നമുക്ക് കുറച്ച് ആനിമൽസിനെ നമുക്കിന്ന് സൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരാനയെ കണ്ടു. നല്ല കൊമ്പനായിരുന്നു അല്ലേ? അടുത്ത വളവിലല്ലേ ആനേനെ കണ്ടത് ആണെന്ന് തോന്നണം. പക്ഷെ മറ്റേ സൈഡിൽ നിന്ന് നമുക്ക് വ്യൂ ഉണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം. അതെ അതെ അതെ, നമുക്ക് വ്യൂ കുറവായിരിക്കും ഈ സൈഡിൽ നിന്ന്. അവൻ കാട്ടിന്റെ അകത്തല്ലേ കയറി നിന്ന്. നോക്കട്ടെ, കിട്ടിയാ കിട്ടി. പക്ഷെ ഇപ്പൊ ആ കാട്ടുപോത്തുകള് കാട്ടുപോത്തിൽ നമ്മൾ ഈ ഒരു ലൊക്കേഷനിലാണ് ഇന്നലെ കണ്ടത്. 3 പേരെ കണ്ടത്. ഇന്ന് അങ്ങനെ കാണുന്നില്ല. ഇതേ സമയത്ത് ഇതിനു മുമ്പാണ് നമ്മൾ ഇന്നലെ ഇതിൽ ട്രാവൽ ചെയ്തത്. ഇന്ന് കുറെ കൂടി ലേറ്റ് ആയി. ഫുഡ് കിട്ടാനും നമുക്ക് സാധ്യത കുറവാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാട്ടുപോത്ത് മുകളിലാണ്. എത്ര ഉണ്ട്? 1 2 3. പക്ഷെ കാണുന്നില്ല, ക്ലിയർ അല്ല. ഈ ഒരു 24 hours ആണല്ലേ ഈ സത്യയുടെ? 24 hours. അപ്പോൾ നമ്മളിപ്പോൾ ആക്ച്വലി നമ്മൾ കാട്ടിക്കുളം തെറ്റ് റോഡ് ടു തോൽപ്പെട്ടിക്ക് പോകുന്ന റൂട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. നല്ലൊരു ഹോട്ടലായിരുന്നു, നൈറ്റിൽ ഓപ്പൺ ആയിരിക്കുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. ഓക്കെ, നമുക്കിന്ന് ആനകൾ അത്രയും കൂടെ കാണാൻ പറ്റിയിട്ടില്ല അല്ലേ? തിരുനെല്ലി റോട്ടിൽ കണ്ട ആനകളെ ഉണ്ടായിട്ടുള്ളൂ. പണ്ട് കാലത്തൊക്കെ തിരുനെല്ലി നമ്മളൊരു വർഷങ്ങൾക്ക് മുമ്പ് തിരുനെല്ലിയിൽ വരുമ്പോൾ തിരുനെല്ലിയിലെ ആനകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നല്ല തലയെടുപ്പും ഗാംഭീര്യവും ഭയങ്കര സൈസിലുള്ള ആനകളായിരുന്നു തിരുനെല്ലിയിൽ ഉണ്ടായിരുന്നത്. പിന്നീട് കാലത്ത് ഒരിക്കൽ തിരുനെല്ലി ടസ്കർ എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു ആന ഉണ്ടായിരുന്നു. അതിപ്പോ ഉണ്ടോ? ഇല്ല അല്ലെ? തിരുനെല്ലി ടസ്കർ ടെറിട്ടറി ഫൈറ്റില് ഒരാളെ തട്ടി. പക്ഷെ ഈ പറഞ്ഞ തിരുനെല്ലി ടസ്കർ ഒരിക്കൽ നമ്മുടെ വാഹനത്തിന്റെ മുമ്പിൽ ഒരു റോഡില് വന്ന് നിന്നിട്ടുണ്ട്. അതിന്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡിലൂടെ ഒന്നും റോഡിൽ പാസ് ചെയ്ത് പോകാനായിട്ട് പറ്റില്ല. അത്ര സൈസുള്ള ഒരു തിരുനെല്ലി ടസ്കർ ആയിരുന്നു അത്. പക്ഷെ പിന്നീട് കാലത്ത് ഇപ്പൊ നമ്മൾ കാണുന്ന ആനകൾ, ഇപ്പൊ നമ്മൾ ഇന്നൊക്കെ കണ്ട ആനകളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് വളരെ ചെറുതാണ്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള കൊമ്പുണ്ടാവും, പക്ഷെ സൈസ് വളരെ ചെറിയ ആനകളാണ്. പിന്നീട് നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ താമസിക്കുന്ന ഓർമ്മയുണ്ട്. നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് അവിടെയുള്ള പിള്ളേരെ കൂട്ടി നമ്മൾ പുറത്തു പോയപ്പോൾ അന്ന് കണ്ട ആനകൾ വളരെ ചെറുതായിരുന്നു. അതെ, ആ ആനകളുടെ ഒരു പ്രത്യേകത
എസ്റ്റേറ്റിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുതുക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ആ ഒരു കോഫി ചെടിയുടെ ഹൈറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അന്ന് അവര് നമ്മളോട് പറഞ്ഞൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനകൾ കൂടുതലും സമ്മർ സീസണിൽ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. കർണാടക ഫോറസ്റ്റുകളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ആനകളാണ്. പക്ഷെ അവിടെ എനിക്കൊരു ചെറിയൊരു ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം നമ്മൾ മോസ്റ്റ്ലി നമ്മുടെ ട്രാവലിൽ നമ്മളിപ്പോ ഈ സഫാരീസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഫാരിയിൽ കാണുന്ന ആനകൾ വളരെ ബിഗ് സൈസ് ആയിട്ടുള്ള ആനകളാണ് കർണാടക ഫോറസ്റ്റ്. അതിപ്പോ നമ്മള് നാഗർഹോള സഫാരിയിൽ പോയാലും കബിനി സഫാരിയിൽ പോയാലും സൈസുള്ള ആനകളെയാണ് കാണാറ്. അറിയില്ല, അതിന് ഈ ആനകൾക്കൊരു ടേം ഉണ്ട്, കേട്ടിട്ടുണ്ടോ? കല്ലാന എന്ന് കേട്ടിട്ടുണ്ടോ? അത് പക്ഷെ ഒരു ഇമാജിനറി ടേം ആയിട്ടാണ് പലരും പറഞ്ഞു കേട്ടേക്കുന്നത്. അതായത് ഒരു പാറയായിട്ട് സാമ്യമുള്ള ആന എന്നുള്ള രീതിയിലാണ് പറയണേ. പക്ഷെ അതൊരു ഇമാജിനറി ആനയായിട്ടാണ് പറയുന്നത്. അറിയില്ല, അത് കൂടുതൽ നമ്മൾ റെഫറൻസ് നോക്കണം. എന്തായാലും നമ്മളിപ്പോ ഓഫ് ലൈറ്റ് നമ്മൾ ലാസ്റ്റ് നമ്മളൊരു 4-5 വിസിറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ട് നമ്മള് തിരുനെല്ലി ഭാഗത്ത് കാണുന്ന ആനകളെല്ലാം ചെറിയ സൈസാണ്, മീഡിയം സൈസിലുള്ള ആനകളെയാണ്. കൊമ്പനാണെ പോലും ഒത്തിരി അങ്ങോട്ട് ഒത്തിരി വലിപ്പമുള്ള ആനകൾ വളരെ വളരെ കുറവാണ്. പിന്നെ ഇപ്പൊ നമ്മള് കണ്ണൻ എന്ന് ഇവിടെ ഇപ്പൊ നാട്ടുകാരെല്ലാരും വിളിക്കുന്ന കണ്ണൻ എന്ന് പറയുന്ന ഒരു ആനയുണ്ട്. ആ ആനനെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഒരു വീഡിയോ ഉണ്ട് അതില്, നമ്മുടെ ഒരു വീഡിയോ അവന്റെ സിംഗിൾ ആയിട്ട് ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഞങ്ങള് ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഇടാം, കണ്ടു നോക്കിക്കോളൂ. കണ്ണൻ ഒരു അജാനബാഹു ഫിഗറാണ് കണ്ണൻ. പക്ഷെ കണ്ണനെ കുറിച്ച് ഞാൻ റീസെന്റ് ആയിട്ട് നമ്മൾ ആ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ താമസിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ എല്ലാവരുമായിട്ടും വളരെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു ആനിമലാണ്. എല്ലാവർക്കും അറിയാം. മൂപ്പില ഈ പറഞ്ഞ പോലെ റോഡിൽ ഇറങ്ങി വരാറൊക്കെ ഉണ്ട്. ആരും ഉപദ്രവിക്കാറൊന്നുമില്ല. ഒരു നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനയാണ് കണ്ണൻ. ഇവിടുത്തെ ഒരു പുള്ളി എല്ലാവരും അറിയുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ ഒരു വാലുമുറിയൻ ആനയെ കുറിച്ചൊരു കഥയില്ല, അതെന്താണ്? വാൽമുറിയൻ വലിയ പ്രശ്നക്കാരനല്ല, പക്ഷെ ബാക്കില് വാൽ അങ്ങനെ അത് ഈ പറയപ്പെടുന്ന അതെന്താണ് ഈ വാല് മുറിഞ്ഞു പോവാനുള്ള? അത് വാലില്ലാതെ ആന ജനിച്ചതാണോ? അത് വാല് മുറിഞ്ഞു? ഇല്ല, അങ്ങനെയല്ല. അതിന്റെ കഥ കേട്ടിരിക്കുന്ന എന്താ വെച്ചാല് ഈ തിരുനെല്ലിയിലുള്ള ആളുകൾ പറയുന്ന കഥ എന്താണെന്ന് വെച്ചാൽ ഈ ടെറിട്ടറി ഫൈറ്റില് ഈ ടസ്കർ, തിരുനെല്ലി ടസ്കർ, ആ വലിയ ആന ഉണ്ടായിരുന്നെ, മൂപ്പര് ഈ വാലില്ലാതെ അവന്റെ വാല് പറിച്ചങ്ങ് കളഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാ പുള്ളിയുടെ ആ മുറിവ് ഒരിക്കലും ഉണങ്ങില്ല. അത് എപ്പോഴും ഇങ്ങനെ യൂസ് ചെയ്തിരിക്കുന്ന പോലത്തെ മുറിവാണ്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാ അതിന്റെ ഒരു പെയിൻ അതിനെപ്പോഴും ഉള്ള കാരണം ഈ പറഞ്ഞ ഒരു ആന വളരെ അഗ്രസീവാണ്. ഈ ഒരു കഥ ഞാൻ വളരെ കേട്ടിട്ടുണ്ടായിരുന്നു. വളരെ ആ പെയിനിലായിരുന്നുണ്ട്. അത് ആ മുറിവാലൻ അല്ല, വാലില്ലാത്ത ആനയുടെ ഒരു വീഡിയോ അടുത്തൊക്കെ യൂട്യൂബിൽ ഭയങ്കര ട്രെൻഡായി. ഒരു ഫാമിലി ബൈക്കില് അതിന്റെ മുമ്പിൽ പെട്ടിട്ട് ഒരു കൊച്ചു കുഞ്ഞു ആവയും കൂടി, എന്നിട്ട് അവൻ ചാർജ് ചെയ്ത് കഷ്ടി രക്ഷപ്പെട്ട് പോകുന്ന ഒരു വീഡിയോ തിരുനെല്ലിയുടെ വളവുകളിൽ. വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടി. അതെ. നോർമലി നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ തിരുനെല്ലി നമ്മള് വർഷങ്ങളായിട്ട് വരുന്ന സ്ഥലം, നമ്മൾ കാട്ടില് നൈറ്റില് സഫാരി ഒക്കെ എടുക്കാറുണ്ട്. നമ്മൾ ഒരിക്കലും ഇതുവരെ ഒരു ആന ഇതുവരെ ചാർജ് ചെയ്യാൻ വന്നിട്ടില്ല. ഇന്ന് അറിയില്ല എന്താ സംഭവിക്കാൻ പോണെന്നുള്ളത്. എന്നാലും ഇതുവരെ ഒരു ആനയെ നമ്മൾ അങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് വന്നിട്ടില്ല. ഒരു മോക്ക് ചാർജ് പൊതുവെ അവരെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. അതെ, ഒരു പ്രാവശ്യം ഒരു മോക്ക് ചാർജ് നമ്മള് അത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിന്റെ ഇതും ഡിസ്ക്രിപ്ഷൻ. അത് ആ മോക്ക് ചാർജ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം ആ ആന റോഡിന്റെ സൈഡിൽ നിൽക്കുന്നത് പുള്ളി ഒരു ചാർജിങ് മോഡിലായിരുന്നു. പുള്ളിയുടെ തുമ്പിക്കായി ചുരുട്ടി പിടിച്ചേക്കുമായിരുന്നു. അതായത് വരുന്ന വാഹനത്തിന് ചെവി സ്റ്റില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം, ആന തെറ്റ് റോഡിൽ ഓക്കെ നമ്മൾ തിരിയാണ്. അതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ആന നല്ലൊരു ചാർജിങ് മോഡിലാണെങ്കിൽ ആനയുടെ ചെവി അനങ്ങത്തില്ല എന്നാണ് ഒരു വപ്പ്. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അതല്ലെങ്കിൽ പലപ്പോഴും ആന ഒരു 90% ടൈമിൽ മോക്ക് ചാർജിങ് ആണ് ചെയ്യാറ്. പുള്ളി നമ്മളൊന്ന് പേടിപ്പിച്ച് വിടുക എന്നുള്ളതാണ് ചെയ്യാറ്. പക്ഷെ ഈ ആന ഭയങ്കര സീരിയസ് ആണ്. അതായത് എനിക്ക് അറ്റാക്ക് ചെയ്യണമെന്ന് സീരിയസ് ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് തന്നെ ചെവിയൊന്നും അനങ്ങത്തില്ല. പുള്ളിയുടെ തുമ്പിക്കൈ അല്ലെങ്കിൽ മുൻകാലുകളൊക്കെ പുള്ളി കുറച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പിന്നെ ഇതിനൊന്നും
റൂളൊന്നുമില്ല. ഞാനിത് എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അറിവുള്ള ഒരാളല്ല. നമ്മളിങ്ങനെ വന്ന് ഫോറസ്റ്റിൽ വന്ന് പലവട്ടം യാത്ര ചെയ്തുള്ള എക്സ്പീരിയൻസേ ഉള്ളൂ. പിന്നെ ഇതിനൊന്നൊരു തമ്പ് റൂൾ എന്ന് പറയാൻ പറ്റില്ല. ഒരു ആന വന്നാൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ കടുവ വന്നാൽ ഇങ്ങനെ ചെയ്യണം, തമ്പ് റൂളില്ല. പക്ഷെ സർട്ടൻ തിങ്സിന് മേ ബി നമുക്ക് ചില ഒക്കേഷനിൽ യൂസ്ഫുൾ ആവാം. അതുകൊണ്ടൊരു സജഷൻ പറഞ്ഞതാണ്. ഇപ്പൊ നിർത്തിയ ജീപ്പുകാരൻ വന്ന റോഡില് നിറയെ ആനയുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ നോക്കാം, റോഡിന്റെ സൈഡിലാണെന്നാണ് ആള് പറഞ്ഞത്. നമുക്ക് കുറച്ച് കെയർഫുൾ ആയിട്ട് പോവാം. ഉണ്ടെന്നാണ് പറഞ്ഞത്. കുറച്ച് ഡേഞ്ചറസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആളങ്ങനെ പറയാൻ ചാൻസ് ഇല്ല. നിർത്തരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ശരി, നമുക്ക് ആനയെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷെ ഞങ്ങൾ എന്തായാലും നിർത്താൻ ഉദ്ദേശിക്കില്ല. മുകളിലേക്ക് കയറി. സോറി. അതെ, അതില്ല, അങ്ങനെ കുട്ടിയാനയുണ്ട്. അത് കാരണം ഞങ്ങൾ നിർത്തുന്നില്ല. വലിയൊരു കൂട്ടമായിരുന്നു. കൊള്ളാം. ഇന്നത്തെ കാര്യം ഉണ്ട് കേട്ടോ. കൊമ്പനെ നമുക്ക് ശരിയായ രീതിയിലൊന്നും ഷൂട്ട് ചെയ്ത് കിട്ടിയില്ല അല്ലേ? പുള്ളി എന്താണോ പി പി അടിച്ച? എനിക്ക് തോന്നുന്നു നമ്മുടെ ശബ്ദം കേട്ടിട്ടായിരിക്കും. സാധാരണ വാഹനത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അല്ല. ഇവിടെ അന്ന് ഫോറസ്റ്റ് ഓഫീസിൽ ചെന്നപ്പോ പറഞ്ഞില്ലേ, ഒരാൾ ഇത്തിരി പ്രശ്നമുണ്ട്, വണ്ടി കണ്ടു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന് പറഞ്ഞില്ലേ? വാഹനത്തിന് അടുത്തേക്ക് ഓടി വരണമെന്നൊരു കമന്റ് കേട്ടായിരുന്നു. ഭാഗ്യം. തെറ്റയുടെ മേളിലായിരുന്നു. ഒരു സെക്കൻഡ് മതി അവന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്താനായിട്ട്. എന്തായാലും റൂട്ടിലാവാതിരുന്നത് നന്നായി. ഇവിടെ അടുത്ത് എനിക്ക് കൂട്ടം കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ജീപ്പിൽ വന്ന് അവര് നമുക്കൊരു ഇന്റിമേഷൻ തന്നുകൊണ്ട് തന്നെ കൂട്ടം ഇല്ലാന്ന് തോന്നി. പക്ഷെ കാട്ടുപോത്തിനൊന്നും കാണുന്നില്ല. എന്തായാലും നോക്കാം കൂട്ടം ഉണ്ടോ. അതിലും കുഞ്ഞുങ്ങളുള്ള കാരണം നമ്മൾ നിർത്താതിരിക്കുക നല്ലത്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങൾ തീരെ കുട്ടിയായിട്ടുള്ള ആനക്കുഞ്ഞുങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും നൈറ്റിൽ റോഡിന്റെ സൈഡിലായിരിക്കും. കാരണം വേറെ ആനിമൽസ് വന്നിട്ട് കുഞ്ഞിനെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും സേഫ് ആയിട്ട് അമ്മമാര് പിടിയാനകൾ ചെയ്യുന്ന ഒരു പ്രിക്കോഷണറി മെഷറാന്ന് തോന്നുന്നു. അത് ഈ കടുവകൾ കുഞ്ഞാനേനെ അറ്റാക്ക് ചെയ്യും. കടുവകള് അതായിരിക്കും. അപ്പൊ ഇതിൽ കൂടെ ആന നടന്ന പോലെ തോന്നുന്നുണ്ട്. അവിടെ റോഡില്